പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ അന്ന് പാകിയ കപ്പലണ്ടി ഉണ്ടല്ലോ, നിലക്കടല, അത് കിളിച്ചതാണ്. കണ്ടോ, ഇനിയിപ്പോൾ ഇത് പറിച്ച് നടണം. ഇതെനിക്ക് ഇച്ചിരി സമയമുണ്ട്. ഞാൻ ഷോപ്പിൽ നിന്ന് നേരത്തെ വന്നു, അത് കാരണം ഇതിന്ന് നമുക്ക് തടവെടുത്ത് നടണം. ഉണ്ടോ, എല്ലാവർക്കും ഇങ്ങനെ കിളിപ്പിക്കാം. കപ്പലണ്ടി വറക്കാൻ മേടിക്കുമ്പം കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ട് കുതിർത്തതിന് ശേഷം നമ്മളിതുപോലെ ഫ്ലോട്ടി മിക്സറിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ല വെറുതെ പാകിയാൽ കിളിക്കും. മുള വന്നതിന് ശേഷമല്ലേ ഞാൻ പാകിയ. മുള വന്ന കപ്പലണ്ടി നിങ്ങളെ ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ മുള വന്ന കപ്പലണ്ടി സിലിണ്ടറിലോട്ട് ഞാൻ പാകിയിട്ട് ഇത്രയും ആയി. ഇനിയിപ്പോൾ ഇത് പറിച്ച് മാറ്റി നടണം. ഇച്ചിരി വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയും ഇച്ചിരി വളവും കൂടെ മിക്സ് ചെയ്ത് അടത്തി മിക്സ് ചെയ്തിട്ടിട്ട് വേണം ഇത് നട്ട് കൊടുക്കാൻ. പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാം. ഓക്കെ, എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ. വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് നടാമെന്ന് വിചാരിച്ച്. അപ്പം നടുന്നതിന് മുമ്പേ ഞാനിവിടെ തടവെടുത്തിട്ട് ഇത് വളമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കുക. അപ്പം കമ്പോസ്റ്റും മണ്ണിര വളവും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഈ തടത്തിലിട്ട് ഇത് ഇളക്കിയിട്ട് തട നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇളക്കിയിട്ട് നട്ട് കൊടുക്കുക. സാധാരണ ഞാൻ ഗ്രോ ബാഗിലാണ് വെക്കുന്നത്, താഴെയൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഇത് ഇച്ചിരി വേരുപടലം കൂടുതൽ ഉണ്ടാകുന്ന ടൈപ്പ് ചെടിയാണ് നിലക്കടല. അപ്പോൾ അത് കാരണമാണ് ഞാനിത് മണ്ണിലോട്ടങ്ങ് വെക്കുന്നത്. എന്നിട്ട് നമ്മളിത് നട്ട് കൊടുക്കണം. നട്ട് കൊടുത്ത് പിന്നെ അപ്പോൾ 5-8 എണ്ണം ഉണ്ട്. 2 എണ്ണം വെച്ചാണ് ഞാനൊരു തടത്തിലോട്ട് നടുന്നത്. ഇനി നട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നട്ടതിന് ശേഷം ഞാൻ വീഡിയോ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നിലക്കടലയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം.